സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് വെളുപ്പാണോ? എന്തോന്ന് വെളുപ്പാണോന്നാ? അല്ല, നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കറുത്തിരിക്കുമ്പോ കുട്ടികൾ കറുത്തിരിക്കും. അവര് നൃത്തത്തിലേക്ക് കല പഠിക്കാൻ വരുമ്പോ നിങ്ങൾ മത്സരത്തിന് പോണ്ട, പഠിച്ചോളൂ. ഇവര് സത്യഭാമയല്ല, മോഹിനിയല്ല. അതെനിക്ക് പറയാൻ തോന്നുന്നില്ല, കാരണം ഏജ് റെസ്ട്രിക്റ്റഡ് കണ്ടന്റ് ആവും. എത്രയോ വേദികൾ, ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ. ഇങ്ങനെയൊക്കെ പറയുന്ന അധ്യാപികമാരെ ആദ്യം കലാമണ്ഡലത്തിൽ അടിച്ചിറക്കി വിടണം. മേഡം, സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന മേഡവും മേക്കപ്പ് ഇട്ടേനല്ലേ വേദി കയറുന്നത്? അല്ലാതെ അപ്പൊ ആരും കണ്ടോണ്ടിരിക്കില്ല. സൗന്ദര്യം ഇല്ലാത്തവർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള സൗന്ദര്യം ഉണ്ടാക്കി എടുക്കണെന്ന്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ. അതുകൊണ്ട് എനിക്ക് സമൂഹത്തിൽ ഇറങ്ങിയിട്ടേ പാരിതോഷികങ്ങളോ അവാർഡുകളോ അവാർഡുകളോ ഒന്നും കിട്ടാറില്ല. പിന്നെ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. മേഡം പല വേദികളിലും കയറാറുണ്ടല്ലോ. ഈ കറുത്ത ആളുകളുള്ള വേദിയിൽ സദസ്സിൽ മേഡം കയറാറുണ്ടോ? ഇതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മളവിടെ ചെല്ലുമ്പോ കറുത്ത ആൾക്കാരുണ്ടോ വെളുത്ത ആൾക്കാരുണ്ടോ നമ്മൾ ചോദിച്ചിട്ട്. കറുത്ത ആൾക്കാർ മത്സരിച്ചാലാണ് പ്രശ്നമല്ല, അവർക്ക് മുന്നിൽ മത്സരിക്കുമ്പോ അതിന് സൗന്ദര്യത്തിന് കോളുള്ളതുകൊണ്ടല്ലേ. സൗന്ദര്യം ഇല്ലാത്തവരുടെ മുന്നിൽ കളിക്കുന്നതിന് കുഴപ്പമില്ല. ഇവര് രാവിലെ എണീറ്റ് കണ്ണാടി നോക്കിയിട്ട് ഞാൻ മോഹിനിയാന്ന് പറയും, പക്ഷെ ഞാൻ ഇവരെ കാണുമ്പോ ഇവര് ഡാഗിനിയാന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടികളുടെ ഫീസ് വാങ്ങി ഞാൻ തിന്നണേന് ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലേ? അതോ ഇനി തിന്നിട്ട് രാവിലെ ബാത്റൂമിൽ പോണതിന്റെ നിറം നോക്കുവോ ചേച്ചി? അല്ല, എല്ലാത്തിനും നിറം നോക്കുമെന്ന് അറിയില്ലല്ലോ നമുക്ക്. ഇന്റെ വാടി കൂടി പോണത് വെളുത്ത മാത്രമേ പോകാൻ പാടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെയൊക്കെ നിർബന്ധം കാണും ഇങ്ങനത്തെ ആളുകൾക്ക്. ഇരിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. എങ്ങനെയാണ് വെളുത്ത കുട്ടി കറുത്ത കുട്ടി എന്നൊരു വിവേചനം അങ്ങയുടെ മനസ്സിൽ കടന്നു വരുന്നത്? ഞാൻ നോക്കിയിട്ട് 2 കുട്ടികളെ പഠിപ്പിക്കുമ്പോ ആ കുട്ടികൾ നല്ലതും ചീത്തയും കാണൂലേ? അങ്ങനെ എന്ന് പറഞ്ഞ് നല്ലതും ചീത്തയും പോലെയാണോ ടീച്ചർ? ഒരു കറുപ്പും വെളുപ്പും പറഞ്ഞാൽ 2 തന്നെയാണ്. അതിനെ ഒന്നാക്കാൻ പറ്റും ടീച്ചർ? അത് നല്ലതും ചീത്തയും ഒക്കെ വെച്ച് അതിനെ താരതമ്യം ചെയ്യാൻ പാടുണ്ടോ? വളരെ നമ്മൾ നല്ലതും ചീത്തയും എന്ന് പറഞ്ഞാൽ കറുപ്പും വെളുപ്പിനും, കറുപ്പിനും ഒരു സ്ഥാനം വെളുപ്പിനും ഒരു സ്ഥാനം തന്നെയാണോ?